ബാഴ്സലോണയും ഇന്റർ മിലാനും തമ്മിലുള്ള യൂഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിലെ സെക്കൻഡ് ലെഗ് മാച്ചും കഴിഞ്ഞു. 4-3 എന്നുള്ള സ്കോറിന് ഇന്റർ മിലാൻ വിജയിച്ചു. 7-6 എന്നുള്ളൊരു ആഗ്രിഗേറ്റ് സ്കോറിന് ബയൺ മ്യൂണിക്കിൽ അലിയൻസ് അറീനയിൽ നടക്കാൻ പോകുന്ന യൂഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിലോട്ട് ഇന്റർ മിലാൻ ഇൻസാഗിയുടെ ഇന്റർ മിലാൻ ടീം ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു. അവരെ ഓൾറെഡി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു ബാഴ്സലോണയെ പുറത്താക്കിക്കൊണ്ട്. ഈ ഒരു മാച്ചിലോട്ട് ജസ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർ മിലാൻ വേഴ്സസ് ബാഴ്സലോണ, ആ ഒരു ബാഴ്സലോണ ടീമിൽ നിന്നും കൂണ്ടെ, ബാൾഡെ, അതുപോലെ ലെവൻഡോസ്കി, ഈ ഒരു 3 പ്ലേയേഴ്സിന് ഇഞ്ചുറി കാരണം ഇല്ലാതെയാണ് ഹൻസിഫ്ലിക് ടീമിനെ പുറത്തിറക്കി വിട്ടിട്ടുള്ളത്. ഇൻസാഗിയുടെ ഇന്റർ മിലാൻ ടീമാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം ടീമിനെ തന്നെയാണ് ഇറക്കി വിട്ടിട്ടുള്ളത് വിത്ത് ഹൈലൈൻ ഡിഫൻസ്. ആ ഒരു ഹൈലൈൻ ഡിഫൻസോട് കൂടി സെയിം ടീമിനെ തന്നെയാണ് ഇറക്കി വിട്ടിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിലോട്ട് കളി പോയി. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ഒരു ഇന്റർ മിലാൻ്റെ ഒരു അറ്റാക്കിംഗ് മോഡായിരുന്നു. അവരുടെ അഡ്വാൻറ്റേജ്, അവിടെ ആധിപത്യമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ മൊത്തം. അങ്ങനെ അവർക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ അവരുടെ ആ ഒരു ആധിപത്യത്തിൻ്റെ റിസൾട്ടായിട്ട് 2-0 എന്നുള്ള സ്കോറിന് ഫസ്റ്റ് ഹാഫ് അവർക്ക് എൻഡ് ചെയ്യാൻ പറ്റി. ഇന്റർ മിലാൻ്റെ ഫസ്റ്റ് ഗോൾ വന്നത് ഓൾമോയുടെ ഒരു മിസ്റ്റേക്കിൽ നിന്നും ഡംഫ്രൈസിന് ഒരു ഫ്രീ ആയിട്ടൊരു ബോൾ കിട്ടി റൈറ്റിൽ. അത് നേരെ ഫ്രീ ആയിട്ട് ലൗത്രോ മാർട്ടിനസ് കൊടുത്തു. ലൗത്രോ മാർട്ടിനസിന് ഒരു ഫ്രീ പോസ്റ്റിലോട്ട് സിമ്പിളായിട്ട് ആ ഒരു ഗോൾ നേരെ ഷോട്ട് ചെയ്തു. ഷെസ്നി അതിൽ തന്നെ ബീറ്റണായി. അങ്ങനെ ഫസ്റ്റ് ഗോൾ വന്നു. രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് ഇന്റർ മിലാൻ്റെ അറ്റാക്കിൻ്റെ റിസൾട്ടായിട്ട് തന്നെ ലൗത്രോ മാർട്ടിനസിന് ഫ്രീ ആയിട്ട് ഷെസ്നിയുടെ മുന്നിലോട്ട് ഒരു ബോൾ കിട്ടി. അദ്ദേഹത്തിന് ആക്സലറേറ്റ് ചെയ്ത് എത്താൻ ഒരു ഇച്ചിരി സമയം എടുത്തു. ആ ഒരു സമയത്ത് കുബാർസി ടാക്കിൾ ചെയ്ത് കഴിഞ്ഞു ബോക്സ്, ഇൻസൈഡ് ദ ബോക്സ്. ആ ഒരു ടാക്കിൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ ടു ബി ഫ്രാങ്ക് പറയാലോ, അത് കുബാർസി അത് ക്ലീൻ ടാക്കിൾ ചെയ്തു എന്നാണ് വിചാരിച്ചത്. പക്ഷേ വാർ ചെക്ക് ചെയ്ത സമയത്ത് അദ്ദേഹം ലൗത്രോ മാർട്ടിനസിൻ്റെ കാലിനാണ് അടിച്ചിട്ടുള്ളത്, ബോളിൽ കൊണ്ടിട്ടില്ല. അങ്ങനെ ആ ഒരു പെനാൽറ്റി കൊടുത്തു. ആ പെനാൽറ്റി കൊടുത്ത സമയത്ത് ഗാൽഹാനോഗ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർ മിലാൻ്റെ മിഡ്ഫീൽഡർ ആ ഒരു ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ 2-0 എന്നുള്ള സ്കോറായിട്ട് മാറി. ഇന്റർ മിലാൻ്റെ അറ്റാക്കുകളൊന്നും ഒരു ഷാർപ്പല്ല. നമുക്ക് കാണുമ്പോൾ ആ ഒരു അറ്റാക്ക്, ദാറ്റ് മീൻസ് കാണുമ്പോൾ നമുക്ക് ആ ഒരു അറ്റാക്ക് ഗോളാവുമെന്ന് തോന്നില്ല. പക്ഷേ അവരതിൻ്റെ റിസൾട്ട് കൊണ്ടുവരും, അത് ഗോളാക്കി മാറ്റിയിരിക്കും. അങ്ങനെയാണ് ഇന്റർ മിലാൻ്റെ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫിലെ ബാഴ്സലോണയുടെ പെർഫോമൻസിലോട്ട് ജസ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്കിങ്ങിൽ ലമീൻ യമാലും ഡിഫൻസിൽ ഇനീഗോ മാർട്ടിനസും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആരും നല്ല രീതിയിൽ കളിച്ചിട്ടില്ല. കാരണം ലമീൻ യമാൽ, നമുക്കറിയാം ഇൻസാഗി ഇന്ന് കളി തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് പറഞ്ഞിട്ടുള്ളത് ലമീൻ യമാലിനെ ഞങ്ങൾ പൂട്ടും വിത്ത് അവർ ഹൈലൈൻ ഡിഫൻസ്. ഞങ്ങളൊരു ഹൈലൈൻ ഡിഫൻസ് ഉണ്ട്, ലമീൻ യമാലിനെ ഞങ്ങൾ എന്തായാലും പൂട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കളി തുടങ്ങി ലമീൻ യമാൽ ആ ഒരു ഡിഫൻസിനെ കീറി മുറിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രിബ്ലിങ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വേ ഓഫ് പ്ലേയിങ് വഴി ആ ഒരു ഡിഫൻസിനെ കീറി മുറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ തുടക്കം തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലമീൻ യമാൽ ഇന്നത്തെ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഭയങ്കര അൺലക്കി പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അൺലക്കിയാണ് ഇന്റർ മിലാൻ്റെ കഴിഞ്ഞ മത്സരത്തിലെ ലക്ക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഗോൾ കൊണ്ടുവരാൻ പറ്റാത്തത്, ലമീൻ യമാൽ ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ബാഴ്സലോണ കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടതെന്ന് ഞാൻ പറയും എൻ്റെ അഭിപ്രായത്തിൽ. കാരണം അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കറന്റ് ബെസ്റ്റ് പ്ലെയറാണ് ബാഴ്സലോണയുടെ ലമീൻ യമാൽ എന്ന് പറയുന്നത്. ഇത്രയും ക്രൂഷ്യൽ, ഇത്രയും പ്രഷറുള്ള സമയത്ത് ബാഴ്സലോണയ്ക്ക് ഇത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കളിക്കുന്നത് ലമീൻ യമാൽ മാത്രമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. അത്രയും കിഡിലം മത്സരമായിരുന്നു, അത്രയും കിഡിലം പെർഫോമൻസ് ആണ് ലമീൻ യമാൽ പുറത്തിട്ടുള്ളത്. സോഫാ സ്കോർ റേറ്റിംഗ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ലമീൻ യമാൽ മാത്രമായിരുന്നു കളിച്ചിരുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് പിന്നെ കളി പോയി. ഫസ്റ്റ് ഹാഫിൽ ബാഴ്സലോണ കംപ്ലീറ്റ് ഒരു സൈലന്റ് മോഡായിരുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെ തുടക്കം തൊട്ട് തന്നെ ബാഴ്സലോണ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കണ്ട ബാഴ്സലോണയല്ല നമ്മൾ പിന്നെ സെക്കൻഡ് ഹാഫിൽ കണ്ടത്. സെക്കൻഡ് ഹാഫിൽ ബാഴ്സലോണ പിന്നെ അറ്റാക്കിങ്ങിൻ്റെ സ്റ്റൈലേ മാറി, അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു ആദ്യത്തെ 10-15 മിനിറ്റിൽ തന്നെ ബാഴ്സലോണ കുറേ അറ്റാക്കുകൾ നടത്തി. അതിൻ്റെ റിസൾട്ടായിട്ട് അവർക്ക് ഫസ്റ്റ് ഗോൾ ജെറാഡ് മാർട്ടിൻ്റെ അസിസ്റ്റിൽ നിന്നും എറിക് ഗാർഷ്യ ഒരു കിഡിലും ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ 2-1 സ്കോറായിട്ട് മാറി. അത് കഴിഞ്ഞ് ജെറാഡ് മാർട്ടിൻ്റെ അസിസ്റ്റിൽ നിന്ന് തന്നെ ഡാനി ഓൾമോ ഒരു ഫ്ലൈയിങ് ഹെഡറിലൂടെ ആ ഒരു സൂമറിനെ മറികടന്നത് ഉള്ളിൽ കിട്ടി. അങ്ങനെ അതും ഗോളായിട്ട് മാറി. അങ്ങനെ 2-2 ഈക്വലൈസ് ചെയ്ത് കഴിഞ്ഞു ആദ്യത്തെ 10 മിനിറ്റ് തന്നെ സെക്കൻഡ് ഹാഫിൻ്റെ. ബാഴ്സലോണ 2-2 5-5 എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറായിട്ട് മാറി. പിന്നെ അത് കഴിഞ്ഞും ബാഴ്സലോണ കുറേ അറ്റാക്കുകൾ ചെയ്തു. ഇന്റർ മിലാൻ വളരെ കുറച്ച് അറ്റാക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും ബാഴ്സലോണ ഭാഗത്തു നിന്നായിരുന്നു കൂടുതൽ അറ്റാക്കുകൾ. അങ്ങനെ കുറേ അറ്റാക്കുകൾ ചെയ്തു, പക്ഷെ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് 87-ാമത്തെ 88-ാമത്തെ മിനിറ്റിൽ റാഫീനയ്ക്ക് ഒരു ചാൻസ് കിട്ടി. ആ ഒരു ഷോട്ട് ആദ്യം അദ്ദേഹം ഷോട്ട് എടുത്തു, സൂമർ സേവ് ചെയ്തു, വീണ്ടും ആ ഒരു ഷോട്ട് എടുത്തു. അപ്പോൾ അത് ഗോളായിട്ട് മാറി. അങ്ങനെ 3-2 എന്നുള്ള സ്കോറായി മാറി. നമ്മൾ 2 ഗോളിന് പിന്നിലിരുന്ന് പിന്നെ 3 ഗോൾ സ്കോർ ചെയ്ത് ബാഴ്സലോണ മുന്നിലെത്തി. ഞാനപ്പോൾ വിചാരിച്ച് കളി കഴിഞ്ഞു, ബാഴ്സലോണ എന്തായാലും വിജയിച്ചു, അവർ ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിൽ ഡംഫ്രൈസിൽ അസിസ്റ്റിൽ നിന്നും വീണ്ടും അക്കേർബ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു ഇന്റർ മിലാൻ്റെ ഡിഫൻഡർ ഗോൾ സ്കോർ ചെയ്തു. 3-3 എന്നുള്ള സ്കോറായി. ഗെയിം വീണ്ടും ഓണായി. 3-3 എന്നുള്ള സ്കോറായി. ബാഴ്സലോണ ആകെ അന്തം വിട്ട് നോക്കിയിരുന്നു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ കളി പിന്നെ വീണ്ടും എക്സ്ട്രാ ടൈമിലോട്ട് കളി പോയി. എക്സ്ട്രാ ടൈമിലോട്ട് കളി പോയ സമയത്ത് എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇന്റർ മിലാന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റി. ഫ്രറ്റേസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ തുറാമിൻ്റെ ഒരു കിഡിലൻ റൈറ്റ് വിങ്ങിലൂടെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫ്രറ്റേസിക്ക് കൊടുത്തു. ഫ്രറ്റേസി അത് ഫസ്റ്റ് ടൈം ഷോട്ട്, അത് ഗോളായിട്ട് മാറി. അങ്ങനെ 4-3 എന്നുള്ള ഒരു അഗ്രിഗേറ്റ് സ്കോറായിട്ട് അവർ മുന്നിലെത്തി. സെക്കൻഡ് എക്സ്ട്രാ ടൈമിലോട്ടൊക്കെ കളി പോയ സമയത്ത് ബാഴ്സലോണയുടെ പ്ലേയേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. അവരുടെ ഫിറ്റ്നസ് ഒക്കെ കംപ്ലീറ്റ് പോയ പോലെ. പെഡ്രയൊക്കെ പകുതിയും പോയിരുന്നു.
അങ്ങനെ ആ ഒരു ബാഴ്സലോണ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന സമയത്തും ഇന്റർ മിലാൻ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് അവർക്ക് ആ ഒരു ഫ്രട്ടേസിയുടെ ആ ഒരു ഗോൾ വന്നത്. 4-3 എന്നുള്ള സ്കോറായി മാറി. പിന്നെ വീണ്ടും ബാഴ്സലോണ കുറേ അറ്റാക്കുകൾ ചെയ്തു, പക്ഷേ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ഹാഫിലും വീണ്ടും കുറേ അറ്റാക്കുകൾ ചെയ്തു, അതൊന്നും കൺവേർട്ട് ചെയ്തില്ല. ഫൈനലി 4-3 എന്നുള്ള സ്കോറിന് ഇന്റർ മിലാൻ വിജയിച്ചു ഈ ഒരു മത്സരത്തിൽ. അങ്ങനെ അവർ അലിയൻസ് അറീനയിൽ നടക്കാൻ പോകുന്ന യുഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലോട്ട് ഓൾറെഡി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി PSG വേഴ്സസ് ആഴ്സണൽ മാച്ചിൽ ആരാണോ ക്വാളിഫൈ ആവുന്നത് അവരായിരിക്കും ഇന്റർ മിലാൻ്റെ ഒപ്പോണൻസ് എന്ന് പറയുന്നത്. ബാഴ്സലോണയുടെ 6ാമത്തെ UCL ചാമ്പ്യൻസ് എന്നുള്ള ഒരു സ്വപ്നം ഇന്റർ മിലാൻ തകർത്ത് കളഞ്ഞു. അങ്ങനെ ഇന്റർ മിലാൻ ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി. ഇന്നത്തെ മാച്ചിലെ പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് സൂമറാണ്. വെൽ ഡിസേർവിംഗ് ആണ് സൂമർ. അദ്ദേഹം 7 സേവ് നടത്തി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം 5 ക്രൂഷ്യൽ സേവുകൾ ഫ്രം ഇൻസൈഡ് ദ ബോക്സ്, 7 സേവ് നടത്തിയത് 5 ഫ്രം ഇൻസൈഡ് ദ ബോക്സ്. വെരി ക്രൂഷ്യൽ സേവ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ എറിക് ഗാർഷ്യ ആദ്യം 2-0 എന്ന് ബാക്കിലായി നിൽക്കുന്ന സമയത്ത് എറിക് ഗാർഷ്യ ഒരു ഗോൾ സ്കോർ ചെയ്ത് 2-1 ആയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും എറിക് ഗാർഷ്യക്ക് ഒരു ഫ്രീ പോസ്റ്റിലോട്ട് ഒരു ഗോൾ കിട്ടിയിരുന്നു ബാഴ്സലോണയുടെ ഒരു സ്പീഡി അറ്റാക്കിൻ്റെ റിസൾട്ടായിട്ട്. പക്ഷേ അദ്ദേഹം ഷോട്ട് ചെയ്തു, സൂമർ എവിടുന്നോ കയറി വന്ന് ഫ്ലൈയിങ് സേവ് ആ ഗോൾ സേവ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ കുറേ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കുറേ സേവുകൾ ഉണ്ടായിരുന്നു സൂമറിൻ്റെ ഭാഗത്തു നിന്നും. ലമീൻ യമാലിൻ്റെ 2-4 കേർവിങ് ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സൂമർ സേവ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ എന്താ പറയുക, സൂമറിൻ്റെ കുറേ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കുറേ സേവുകൾ ഉണ്ടായിരുന്നു. വെൽ ഡിസേർവിംഗ് ആണ് അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് ഇൻ മൈ പെർസ്പെക്റ്റീവ്. ഇനി പിന്നെ ലമീൻ യമാൽ അടിപൊളിയായിട്ട് കളിച്ചു. സോഫാ സ്കോർ റേറ്റിംഗ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് ലമീൻ യമാലാണ്, 8.7. സൂമറിന് പോലും 8.1 ഉള്ളൂ. ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാത്ത ലമീൻ യമാലിനാണ് അത്രയും റേറ്റിംഗ് ഉള്ളത്. കാരണം അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു ലമീൻ യമാൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്ത സീസണിൽ UCL ബാഴ്സലോണ എന്ത് സംഭവിക്കുമെന്നുള്ള. ഈ ഒരു സീസണിൽ അവരുടെ ആ ഒരു സ്വപ്നം കഴിഞ്ഞു. ഇനി അടുത്ത സീസണിലോട്ട് നോക്കാം. ഇനി യുഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ അലിയൻസ് അറീനയിൽ നടക്കാൻ പോകുന്നത് ഇന്റർ മിലാനും PSG വേഴ്സസ് ആഴ്സണലിൽ ആരാണോ ക്വാളിഫൈ ആവുന്നത് അവരായിരിക്കും വിജയി. സോ thank you so much.